السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله وآل كل والصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അള്ളാഹു ജല്ല ജലാലുഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഹിദായത്തിൻ്റെയും തഖ്വയുടെയും അഖിലകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അവിശ്വാസങ്ങളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അധാർമികതയിൽ നിന്നും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അധുനാധുനിക യുഗത്തിൽ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഹിദായത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിശ്വാസത്തിലേക്കും അധാർമികതയിലേക്കും എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം. പേരിൽ അവർ വിശ്വാസികളായിരിക്കും, പക്ഷേ താൻ പൂർവികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹു വശാരമായി നൽകിയിട്ടുള്ള ഹിദായത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റ് മാർഗങ്ങൾ തേടുന്ന ആളുകൾ. അത്തരം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള, പ്രവചനം നടത്തിയിട്ടുള്ള കാര്യമാണ് ഇത് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇത്തരം വഴികളിലേക്ക് പോകുമ്പോൾ നമ്മെ തൊല്ലുന്നതും അല്ല അത് മാനസികമായി പ്രയാസപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം അധാർമികതയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നൊക്കെ നമ്മോട് ബന്ധപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള, അതിൽ അഥവാ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരാനുള്ള മാർഗമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. കഴിയുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ അത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ഗുരുത്തക്കേടുകളും അതുപോലെ തന്നെ മഹത്തുക്കളെയും അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെയും നിന്ദിച്ചുകൊണ്ട്, നിസാരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം വാങ്ങുകയും ചെയ്ത ആളുകൾ, അവർ ഹിദായത്തിലേക്ക് ഒരു പക്ഷെ തിരിച്ച് വന്നോളണമെന്നില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ള ആളുകൾ മിക്കവാറും അവർ തിരിച്ചു വരാൻ അതിനുള്ള കാരണങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള മാർഗം എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള അവിശ്വാസത്തിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ബിദ്അത്ത് പോലുള്ളതിലും ഒരാൾ എത്തിപ്പെട്ടാൽ അൽ അദ്ലു ത്വാഹിറുൽ ഗനിയ്യു ശകൂറുൽ സമീഉൽ അവ്വൽ എന്ന് 13 പ്രാവശ്യം പ്ലേറ്റിലെഴുതി വെള്ളം കൊണ്ട് മായ്ച്ച് അതിൽ യാ അദ്ലു യാ ത്വാഹിറു യാ ഗനിയ്യു യാ ശകൂറു യാ സമീഉ യാ അവ്വൽ എന്ന് 156 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചൊല്ലി മന്ത്രിച്ച് ബോട്ടിലിൽ സൂക്ഷിക്കുക. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്പാൽപ്പം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം 20 ബോട്ടിൽ കുടിപ്പിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ തജ്വീസ്കാരത്തിന് ശേഷം നമ്മൾ യാ അദ്ലു യാ ത്വാഹിർ യാ ഗനി യാ ശക്കൂർ യാ സമീ യാ അവ്വൽ എന്ന് 156 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചൊല്ലി ഈസ്മിൻ്റെ ദുആ കൂടി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹിദായത്തിൻ്റെ വഴി അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നതാണെന്ന് മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. അൽ അദ്ലു ത്വാഹിർ എന്ന് പറഞ്ഞ ആ ദിക്റുകൾ 13 പ്രാവശ്യം പ്ലേറ്റിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ച് അതിൽ സംസം വെള്ളമോ മറ്റ് ഏത് വെള്ളം, മഴവെള്ളമോ എന്തും ആവാം, അതേ ദിക്റ് യാ അദ്ലു യാ ത്വാഹിർ യാ ഗനി യാ ശക്കൂർ യാ സമീഉ യാ അവ്വൽ എന്ന് 156 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും കൂട്ടി മന്ത്രിച്ച് ബോട്ടിൽ സൂക്ഷിക്കുക. എന്നിട്ട് അവർ കഴിക്കുന്ന വെള്ളത്തിൽ അല്പാൽപമായിട്ട് അത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ 20 ബോട്ടിലാണ് കുടിപ്പിക്കേണ്ടത്. തജ്വീസ്കാരത്തിൻ്റെ ശേഷം ഇതേ ദിക്റ് യാ അദ്ലു എന്ന് യാ കൂട്ടിക്കൊണ്ട് 156 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചൊല്ലി ഈസ്മിൻ്റെ ദുആവും ചെയ്താൽ
അവർക്ക് ഹിദായത്ത് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ദുആ ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത ശഹീദു അലാ കുല്ലി ذرة بما أظهرت في عالم الغيب والشهادة بما جرى به كلم التفصيل في صفحات اللوح المحفوظ لشهادتك على كل ذرة في الموجودات وبقدرتك على الموجودات وبما سبق في علم الغيب من الشقاوة والسعادة وبما سبق من العلم المكنون أشهدني بفضلك التفصيل المقامات التي هي مقامات الشهداء وأشهدني بذلك وحققني بحقائق المعلومات يا الله يا شهيد على كل نفس بما كسبت يا الله يا شهيد وسخر لي خادم هذا الاسم നൂറായിൽ അലൈഹിസ്സലാം യകൂന ഔനൻ അലാ ഉമൂരി യാ അല്ലാഹു യാ ഷഹീദ്. അങ്ങനെ ദുആ ചെയ്യുക. പ്രത്യേകമായ ഈ ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം നാം എല്ലാം ചൊല്ലുന്നത്. അല്ലാഹു ഹിദായത്ത് നഷ്ടപ്പെട്ട നാമുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഹിദായത്തിലേക്ക്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.